നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളിൽ സംഘപരിവാർ പ്രവർത്തകർ ഉറപ്പായും തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അത് സന്ദീപ് വാര്യരാണ്. ബി ജെ പിയുടെ ഭാഗമായി നിന്ന്, ബി ജെ പിയുടെ വക്താവായി നിന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ്സുകാരനായി മാറിയ സന്ദീപ് വാര്യർ തൻ്റെ നിലപാട് അടിമുടി മാറ്റിയിരുന്നു. അന്ന് വരെ മോദിയെ ആരാധിക്കുകയും രാഹുലിനെ കുറ്റം പറയുകയും ചെയ്തിരുന്ന സന്ദീപ് ഒറ്റയടിക്ക് രാഹുൽ ആരാധകനും മോദി വിമർശകനുമായി. അതുകൊണ്ട് തന്നെ ബി ജെ പിക്കാർ ആഗ്രഹിക്കുന്നത് സന്ദീപ് വാര്യരുടെ ദയാവധമാണ്. ബി ജെ പിക്ക് സ്വാധീനമുള്ള തൃശ്ശൂരിലോ പാലക്കാടോ ആയിരിക്കും സന്ദീപ് വാര്യർ മത്സരിക്കുന്നത് എന്നായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. അങ്ങനെയെങ്കിൽ ഭിന്നതകൾ മറന്ന് LDF വോട്ട് ചെയ്താണെങ്കിൽ കൂടി സന്ദീപ് വാര്യരെ തോൽപ്പിക്കണമെന്ന വാശിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലോ പാലക്കാടോ തൻ്റെ പേര് പരിഗണിക്കരുതേ എന്ന് സന്ദീപ് വാര്യർ ആദ്യം തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. സന്ദീപ് താല്പര്യം കാണിച്ചിരുന്നത് തവനൂരായിരുന്നു. KT ജലീലിനെ തോൽപ്പിക്കാമെന്ന ആത്മവിശ്വാസം സന്ദീപിനുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ 16 സീറ്റിൽ 14 ലീഗിനായതുകൊണ്ടും 4 സീറ്റിൽ 2 മുസ്ലിം സ്ഥാനാർത്ഥികളായതുകൊണ്ടും തീർച്ചയായും ഹിന്ദു സ്ഥാനാർത്ഥി എന്ന നിലയിൽ സന്ദീപിനെ പരിഗണിക്കും എന്നായിരുന്നു കണക്കാക്കിയിരുന്നത്. എന്നാൽ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ അക്കമഡേറ്റ് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമുണ്ടായപ്പോൾ തവനൂർ സന്ദീപിന് കൈവിട്ടുപോയി. ഇതോടുകൂടി സന്ദീപ് വാര്യർക്കെതിരെ ഏറ്റവും അധികം ആക്രമണമുണ്ടായത് സംഘപരിവാർ പ്രൊഫൈലിലായിരുന്നു. BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് പോയിട്ട് സന്ദീപ് എന്തായി എന്ന ചോദ്യം പലരും ഉയർത്തി. വാസ്തവത്തിൽ BJPയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഉയർന്ന പദവിയാണ് സന്ദീപിന് ഈ കാലയളവിൽ ലഭിച്ചത്. സന്ദീപ് കോൺഗ്രസ് പാർട്ടിയുടെ വക്താവുകയും ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന് മുഖമാവുകയും മാത്രമല്ല, ദീർഘകാലം കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലും ലഭിക്കാത്ത KPCC ജനറൽ സെക്രട്ടറി പദവിയും കിട്ടി. തവനൂരിൽ സീറ്റ് നിഷേധിച്ചതോടെ സന്ദീപ് വാര്യർക്ക് സീറ്റ് പോലുമില്ല എന്ന തരത്തിൽ ശക്തമായി വിമർശനം ഉന്നയിച്ചത് സംഘപരിവാറുകാരാണ്. ഒടുവിൽ സന്ദീപ് വാര്യരുടെ സീറ്റ് തീരുമാനമായിരിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ UDF സ്ഥാനാർത്ഥിയാവും. ഈ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ സംഘപരിവാറുകാർ ആഘോഷം തുടങ്ങി. CPM കുത്തക സീറ്റിൽ സന്ദീപ് വാര്യരെ രക്തസാക്ഷിയാക്കാൻ ഇട്ടുകൊടുത്തതിൻ്റെ ആഹ്ലാദം അവരുടെ പോസ്റ്റുകളിൽ നിറഞ്ഞു. ഷാബു പ്രസാദ് ഇങ്ങനെ എഴുതി: ചരിത്രത്തിൽ ഒരിക്കൽ 1960 ഒഴിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം ജയിച്ച മണ്ഡലം, EMS നായനാരും ജയിച്ച മണ്ഡലം. 2021 തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി M രാജഗോപാൽ 26,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലം. തോൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും മത്സരിച്ച പറ്റൂ. അങ്ങനെയൊരു മണ്ഡലത്തിൽ പാർട്ടി പണമിറക്കില്ല. ചുരുക്കത്തിൽ കസേര തേടിപ്പോയപ്പോൾ കിട്ടിയ കാശും ഗൾഫ് പര്യടനത്തിൽ മുസ്ലിം യൂത്ത് ലീഗിനെ പറ്റിച്ച് കിട്ടിയ iPhone വിറ്റ കാശുമെല്ലാം ഇറക്കിയേ പറ്റൂ. മിക്കവാറും ഭാര്യയുടെ കെട്ടുതാലി വരെ ഖുദാഗവയാവും. ഇലക്ഷൻ കഴിയുമ്പോൾ അവിടെ CPMകാർ വല്ല എല്ലും മുട്ടിയുമെങ്കിലും ബാക്കി വെച്ചാൽ ഭാഗ്യം. ആ ധർമ്മടത്ത് കൊടുത്തിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും പറയാമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് കോട്ട പിടിക്കാനുള്ള വലിയ ചുമതലയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു നോക്കാം. എന്നാലും എൻ്റെ സതീശ വല്ലാത്തൊരു ചെയ്ത്തായി പോയി. അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഒരു ഇരുമ്പ് കസേരയുടെ ചിത്രം സഹിതം ഇങ്ങനെ എഴുതി: നേർച്ചക്കോഴി. ആദ്യം തൃശ്ശൂരിൽ മത്സരിക്കുമെന്ന് പറഞ്ഞ് BJPയെ വെല്ലുവിളിച്ചു. പിന്നെ പാലക്കാട് മത്സരിക്കുമെന്ന് പറഞ്ഞ് BJPയെ വെല്ലുവിളിച്ചു. ആരും അറിയാതെ പാണക്കാട് പോയി തവനൂർ സീറ്റിന് വേണ്ടി കാല് പിടിച്ചു. അവസരം കിട്ടിയത് CPM കോട്ടയായ തൃക്കരിപ്പൂർ. മര്യാദയ്ക്ക് പാലക്കാട് നിന്ന് മത്സരിച്ച് ജയിക്കേണ്ട ഒരാൾ ഒരു കസേരയുടെ പേരിൽ വരുത്തിയ വിന, രാഷ്ട്രീയ ഭാവി നശിപ്പിച്ച വിവരക്കേട്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. വാസ്തവത്തിൽ സംഘപരിവാറുകാർ പറയുന്നത് പോലെ തൃക്കരിപ്പൂർ ഒരു CPM കോട്ടയാണോ? അല്ല എന്നതാണ് വാസ്തവം. EMS EK നായനാരും ഒക്കെ മത്സരിച്ചിട്ടുണ്ടെങ്കിലും കയ്യൂറും ചീമേനിയും പോലെയുള്ള പാർട്ടി ഗ്രാമങ്ങൾ ഈ മണ്ഡലത്തിൻ്റെ കീഴിലുണ്ടെങ്കിലും വാസ്തവത്തിൽ തൃക്കരിപ്പൂർ ഒരു ഉറച്ച CPM കോട്ടയല്ല. CPMകാർക്കാണ് അവിടെ വിജയമെങ്കിലും ആ വിജയം അട്ടിമറിക്കുക അത്ര പ്രയാസമുള്ള കാര്യമല്ല. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൻ്റെ കണക്കൊന്ന് പരിശോധിക്കുക. 2011 KV ഗംഗാധരൻ എന്ന പ്രാദേശിക നേതാവ് K കുഞ്ഞിരാമനെതിരെ മത്സരിച്ചപ്പോൾ CPM ഭൂരിപക്ഷം 8765 വോട്ട് മാത്രമായിരുന്നു. 2016 M രാജഗോപാൽ KP കുഞ്ഞിക്കണ്ണനോട് ജയിച്ചത് കേവലം 16,959 വോട്ടുകൾക്ക്. കഴിഞ്ഞ തവണ MB ജോസഫ് എന്നു പേരുള്ള അധികാരമോഹിയായ ഒരാൾ ചോദിച്ചു വാങ്ങി കേരള കോൺഗ്രസ് ജോസഫ് സീറ്റ് കൊടുത്തിട്ട് പോലും രാജഗോപാലിന് കിട്ടിയത് 26,137 വോട്ട്. എന്ന് വെച്ചാൽ CPM ആണ് വിജയമെങ്കിലും മികച്ച സ്ഥാനാർത്ഥിയെ വെച്ച് നോക്കിയാൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം തന്നെയാണ് തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂരിൽ പക്ഷേ ഇതുവരെ കാര്യഗൗരവമുള്ള ഒരു സ്ഥാനാർത്ഥി വന്നിട്ടേ ഇല്ല. ഇക്കുറി സന്ദീപ് വാര്യർ അവിടെ മത്സരത്തിനിറങ്ങുമ്പോൾ അവിടെയുള്ള UDFകാർ
അത്യാഹ്ലാദത്തിലാണ്. DCC പ്രസിഡന്റ് പ്രതിഷേധിച്ചു എന്ന വാർത്തയൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിലും പൊതുവെ സന്ദീപ് വാര്യരെ കിട്ടിയതിൽ തൃപ്തരാണ് UDF പ്രവർത്തകർ. കേരള കോൺഗ്രസ് ജോസഫ് മത്സരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ആ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്തതാണ്. ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത പരിഗണിക്കണം. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വോട്ടുകൾ ഒരുപോലെയുള്ള മണ്ഡലമാണ് തൃക്കരിപ്പൂർ. ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി എന്നു പേരുള്ള 2 പഞ്ചായത്തുകളുണ്ട്. ചിറ്റാലിക്കാലും ഭീമനടിയും അടങ്ങുന്ന കുടിയേറ്റക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ് ഈ പഞ്ചായത്തിൽപ്പെടുന്നത്. ഇവിടെ കുടിയേറ്റക്കാരാണ് താമസിക്കുന്നതിലേറെയും. ക്രൈസ്തവർക്ക് വലിയ സ്വാധീനമുണ്ട്. CPMന്റെ പരമ്പരാഗത സ്ഥാനാർത്ഥികളെ കണ്ടുമടുത്ത ക്രൈസ്തവ വോട്ടർമാർ ആവേശത്തിലാണ് സന്ദീപ് വാര്യർ വരുന്നതോടെ. മാത്രമല്ല വലിയ തോതിൽ മുസ്ലിം വോട്ടുകൾ തൃക്കരിപ്പൂർ മണ്ഡലത്തിലുണ്ട്. ഈ മുസ്ലിം വോട്ട് ബാങ്കിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാക്കളിൽ ഒരാൾ തന്നെയാണ് സന്ദീപ് വാര്യർ. പാണക്കാട് അനുഗ്രഹം മാത്രമല്ല, UDFൽ എത്തിയതിനു ശേഷം മുസ്ലിം സമൂഹത്തോടുള്ള പ്രത്യേക താല്പര്യവും സന്ദീപ് വാര്യരെ അവരുടെ ഇഷ്ടക്കാരനാക്കുന്നു. പിന്നെയുള്ള പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് തീയരുടേതാണ്. തീയർ CPMന്റെ ചാവേറുകളാണ്. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്ത് ഒന്നും ലഭിക്കുന്നില്ല, രക്തസാക്ഷികളാകുന്നുവെന്നും മാത്രം തിരിച്ചറിഞ്ഞ് മുത്തപ്പൻ്റെ ആളുകൾ. മുത്തപ്പനാണ് ഇവരുടെ ദൈവം. മുത്തപ്പനെ പോലും ഹൈജാക്ക് ചെയ്യാൻ CPM ശ്രമിക്കുന്നു എന്ന തരത്തിൽ തീയർക്കിടയിൽ കടുത്ത എതിർപ്പ് CPMനോട് ശക്തിപ്പെട്ടു വരുന്നുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിൽ CPMന് ബലം തീയരായിരുന്നു. എന്നാൽ ആ തീയ സമൂഹത്തിൽ മുത്തപ്പൻ്റെ പേരിൽ CPMനോടുള്ള എതിർപ്പും വെറുപ്പും ശക്തിപ്പെട്ടു വരുന്നു. അവരുടെ എതിർപ്പ് കൂടി ശക്തമായാൽ സന്ദീപ് വാര്യർക്ക് ജയിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. വാസ്തവത്തിൽ സന്ദീപ് വാര്യർക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വെല്ലുവിളിയാണ്. UDFന്റെ സിറ്റിംഗ് സീറ്റായ പാലക്കാട്ട് മത്സരിച്ച് തോറ്റിരുന്നെങ്കിൽ സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ഭാവി അസ്തമിക്കുമായിരുന്നു. തൃശ്ശൂരിലും UDF വിജയത്തിൻ്റെ തൊട്ടടുത്ത് വരെ കഴിഞ്ഞ തവണ എത്തിയതാണ്. അവിടെയും വിജയിച്ചില്ലെങ്കിൽ സന്ദീപ് വാര്യർ വെല്ലുവിളി നേരിടുമായിരുന്നു. എന്നാൽ തൃക്കരിപ്പൂരിൽ ജയിച്ചില്ലെങ്കിൽ ആരും സന്ദീപ് വാര്യരെ പഴി പറയുകയില്ല. അതേസമയം നിശബ്ദ കൊലയാളിയായി സന്ദീപ് വാര്യർക്ക് വേണമെങ്കിൽ അട്ടിമറി വിജയം നേടാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ തൃക്കരിപ്പൂർ ജയിച്ചാൽ സന്ദീപ് വാര്യരെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. സന്ദീപ് വാര്യരുടെ അവസ്ഥ അതിനുമൊക്കെ അപ്പുറമായിരിക്കും. സന്ദീപിന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. തൃക്കരിപ്പൂരിലൂടെ താൻ അട്ടിമറി വിജയം നേടി LDFന്റെ കോട്ട മുറിക്കും എന്ന് സന്ദീപ് പറയുന്നത് വെറുതെ ആവണമെന്നില്ല. സന്ദീപ് വാര്യരെ പരിഹസിക്കുന്നവർ അല്പം ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ജനവിഭാഗത്തിൽ CPMനെതിരായ കടുത്ത വികാരമുണ്ട് എന്ന് മറക്കരുത്. CPMകാരായ മുസ്ലിങ്ങൾ പോലും ഇക്കുറി വോട്ട് ചെയ്യുക UDFനാകും. പ്രത്യേകിച്ച് സന്ദീപ് വാര്യരെ പോലൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയാൽ അവർ കയ്യും മെയ്യും മറന്ന് രംഗത്തിറങ്ങും. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഭരണമാറ്റം നിർബന്ധമായും ആഗ്രഹിക്കുന്നതുകൊണ്ട് അവിടെ പാരവയ്പും പടലപ്പിണക്കവും ഒന്നും ഉണ്ടാവില്ല. എന്തായാലും സന്ദീപ് വാര്യർ ഒരു പരീക്ഷണത്തിന് ഇറങ്ങിയിരിക്കുന്നു. ആ പരീക്ഷണത്തിൽ വിജയിച്ചാൽ സന്ദീപിനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല.